പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ബട്ടർഫ്ലൈ ആണ് പൂമ്പാറ്റ. പേപ്പർ പൂമ്പാറ്റയാണ്. കുട്ടികൾക്കൊക്കെ എപ്പോഴും സ്കൂളുകളിൽ നിന്നൊക്കെ പറഞ്ഞു വിടാറുണ്ട് പൂമ്പാറ്റ ഉണ്ടാക്കിക്കൊണ്ട് ചെല്ലാൻ വേണ്ടി. ഇപ്പോൾ ഈ ഒരു രീതി ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്, പക്ഷേ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഒരു പേപ്പർ എടുത്ത് ഇതേപോലെ 4ആയി മടക്കുക. ഇത് കട്ടിയുള്ള പേപ്പറായതുകൊണ്ട് ഞാൻ ഇങ്ങനെ മടക്കിയത്. നിങ്ങൾക്ക് സാധാരണ മടക്കുന്നതിൽ ഒന്നിച്ച് മടക്കിയാൽ മതി. അതിനുശേഷം മടക്കെല്ലാം ഒന്നിച്ച് വരുന്ന ഭാഗത്ത് നടുഭാഗം വരുന്ന രീതിയിൽ ഒരു ബട്ടർഫ്ലൈൻ്റെ ചിറകിൻ്റെ ഒരു സൈഡ് ഇതേപോലെ മുറിച്ച് കൊടുക്കാം. ശേഷം അത് നമ്മൾ നല്ല വൃത്തിയായിട്ട് മുറിച്ച് കൊടുക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ രീതിയിൽ മുറിച്ചതേ ഉള്ളൂ, ഇങ്ങനെ തന്നെ വേണമെന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിറക് മുറിച്ചെടുക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ചിറകിൽ എന്തെങ്കിലും ഡിസൈൻ പണിയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കാം. ഇതേപോലെ രണ്ടെണ്ണം നമുക്ക് കിട്ടും. പക്ഷേ രണ്ടെണ്ണത്തിൻ്റെ കൊമ്പ് നമുക്ക് ആവശ്യമില്ല, ഒന്നിൻ്റെ കൊമ്പേ ആവശ്യമുള്ളൂ. കൊണ്ട് ഒന്ന് നമ്മൾ മുറിച്ച് കളയുന്നുണ്ട്. ഇതേ നമുക്ക് കൂട്ടി ഇട്ടിക്കാനുള്ളതാണ്. പൊട്ടിക്കുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസൈൻ പണിയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിറകിൽ എന്തെങ്കിലും കൊത്തുപണികളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്തുകൊള്ളുക. പുള്ളികളിടാം, കളർ ചെയ്യാം, കോളങ്ങളും വരയ്ക്കാം, ഇഷ്ടമുള്ള രീതിയിൽ. വെള്ള കളറാണെങ്കിൽ പല കളറൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. ഇനി ഒന്നിന് മേലെ ഒന്നായിട്ട് ഇതേപോലെ ഒട്ടിച്ച് കൊടുക്കുക. പിന്നെ അതിൽ കുറച്ച് മുത്തുണ്ടായിരുന്നു, ഞാൻ അതേപോലെ പശ തേച്ചിട്ട് നടുഭാഗത്തായിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കും. നിങ്ങളുടെ കയ്യിലുള്ള എന്ത് മെറ്റീരിയലാണോ അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. തെർമോക്കോളിൻ്റെ ബോക്സോ അല്ലെങ്കിൽ മാല മുത്തുകളോ അല്ലെങ്കിൽ ഗ്ലിറ്ററോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്കെച്ച് കൊണ്ട് എന്തെങ്കിലും വരച്ച് കൊടുത്താലും മതി. ഇത്രയേ ഉള്ളൂ, നമ്മുടെ പൂമ്പാറ്റ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ഉണങ്ങാൻ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം അതിൻ്റെ ചിറകൊക്കെ ഒന്ന് പയ്യനെ ഇറങ്ങി കൊടുത്തിട്ടുണ്ടെങ്കിൽ 3D ഷേപ്പിലുള്ളൊരു ബട്ടർഫ്ലൈ. ഇനി നിങ്ങൾക്കിത് ചുമരുകളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ഒക്കെ വീണ്ടും കാണാം.